ഹായ്. പിന്നെ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്. ഇത് ഞാൻ പണ്ട് 7ലോ 8ലോ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്മേറ്റിൻ്റെ ബുക്കിൻ്റെ പിറകിലുള്ള ഒരു സാധനമാണ് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളത്. ഇത് ഞാൻ അത് ആരാ പറഞ്ഞേ, ഒരു എ പി ജെ അബ്ദുൽ കലാമിൻ്റെ എന്തൊരു കോട്ടുണ്ടായിരുന്നു. അത് പുള്ളിയുടെ തന്നെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ആരുടെ ഒരു കോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ഉത്തര. അപ്പം ഞാനതൊരു പേപ്പറിൽ എഴുതി എൻ്റെ റൂമിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അതാണ് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ബട്ട് എന്നിരുന്നാൽ പോലും പല ഘടകങ്ങൾ അവിടെ വരുന്നു. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ നോളജ്, നമ്മുടെ ഇത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ബട്ട് ബുദ്ധിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല യങ്സ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഇതാണ്. എന്താണ് ലൈക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ വിഷൻ ടു, അല്ലെ എന്താണ് ഏതാണ് എന്നുള്ള ഈ റീസെൻ്റ്ലി തന്നെ ആലോചിച്ചപ്പോൾ എന്താണ് എന്താ NTA ലൈക്ക് എന്തോ ഒരു സാധനം ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. ബട്ട് അവർക്ക് എഗെയിൻസ്റ്റായിട്ട് പറയാൻ അറിയാം. നമുക്കിപ്പോൾ തറുതല പറയാൻ അറിയാം, ബട്ട് എന്താണ് ഏതാണ് എന്നുള്ളൊരു എഡ്യൂക്കേഷൻ അല്ലെ നോളജ് അവർക്കില്ല എന്നുള്ള പ്രോപ്പർ സാധനമാണ്. പിന്നെ കുറേ കമ്പനീസ് സ്കാം, മറ്റേത് മറിച്ചത്, അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ നടത്തി പോകുന്നുണ്ട്. ഇതൊക്കെ മാറ്റി നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷനായിട്ട് വരണമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം.